CBSEയുടെ സഹോദയ നടത്തുന്ന ഡിസ്ട്രിക്ട് കലോത്സവം നമ്മുടെ നാട്ടിലെ മുഖ്യമായിട്ടുള്ള ഒരു കലാപരമായ സംരംഭമാണ്. വർഷങ്ങളായി നിരവധി വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ വാസനകളെ പരിപോഷിപ്പിച്ച് അവരുടെ സാമൂഹിക ബോധത്തെ നവീകരിച്ച് അവരുടെ മാനുഷികമായിട്ടുള്ള വിഭവശേഷിയെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭം എന്ന നിലയിൽ സഹോദയ കലോത്സവത്തിന് നമ്മുടെ നാട്ടിൽ അനൽപമായ പ്രശസ്തിയും പ്രചാരവും. ഞാൻ മുമ്പ് പലപ്പോഴും CBSEയുടെ സഹോദയയുടെ കലോത്സവ പരിപാടികളിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മകളുള്ള ഒരു വ്യക്തി കൂടിയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിലൂടെ അവരുടെ കലാപരമായ പ്രതിഭയുടെ മാറ്റുരയ്ക്കുന്നത്. അതെന്തുകൊണ്ടും ശ്ലാഘനീയമാണ്, പ്രശംസനീയമാണ്. കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സംരംഭമാണ് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. അനൗദ്യോഗികമായ, അതായത് സർക്കാരേതരമായ എന്ന അർത്ഥത്തിൽ നടക്കുന്ന വലിയൊരു കലോത്സവ പരിപാടിയായി സഹോദയ കലോത്സവം വളർന്ന് വികസിച്ചിരിക്കുന്നു. എത്രയോ വിദ്യാർത്ഥികളാണ് CBSE സ്കൂളുകളിൽ പഠിക്കുന്നത്. ഞാൻ എപ്പോഴൊക്കെ ഇത്തരം ചടങ്ങുകളിൽ പോകാറുണ്ടോ അപ്പോഴൊക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നിർവഹിക്കുന്ന സേവനത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെ എടുത്തു പറയുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം വിദ്യാഭ്യാസപരമായി വളരെ അവശത നാം അനുഭവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ, ഇന്നും അത് പൂർണ്ണമായി പരിഹരിച്ചു എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സഹോദയ പോലുള്ള മഹത്തായ സംരംഭങ്ങൾ നിർവഹിച്ചിട്ടുള്ള സേവനത്തെ വിലമതിക്കാനാകാത്തതായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എല്ലാ കുട്ടികൾക്കും സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് നൽകാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, വളരെ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സർക്കാരേതര മേഖലകളിൽ ഏത് സംരംഭവും വിദ്യാഭ്യാസം മാത്രമല്ല അനിവാര്യമായി വരുന്നത് നമുക്കതിൻ്റെതായ ആവശ്യകത ഉണ്ടായിത്തീർന്നത് കൊണ്ടാണ്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത് രണ്ടും നടത്തിക്കൊണ്ടുപോകുന്നതിൽ സർക്കാരേതര സംരംഭങ്ങൾ നമ്മുടെ രാജ്യത്ത് വഹിച്ചിട്ടുള്ള സേവനത്തെ കണ്ണുള്ളവർക്കാർക്കും കാണാതിരിക്കാനോ നിഷേധിക്കാനോ സാധ്യമാവുകയില്ല. മുമ്പൊക്കെ ചിലര് സൗകര്യത്തിന് വേണ്ടി സർക്കാർ മേഖല, പ്രൈവറ്റ് മേഖല എന്നൊക്കെ പറഞ്ഞ് വകതിരിച്ച് ഒന്നിനെ ചെറുതാക്കി കാണുന്ന ശ്രമം മുമ്പൊക്കെ ഉണ്ടായിരുന്നു. സർക്കാരിൻ്റേത് പ്രധാനം തന്നെ, അതിൽ യാതൊരു സംശയവുമില്ല. വിശേഷിച്ചും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സർക്കാർ സ്ഥാപനങ്ങൾ വർദ്ധിക്കട്ടെ, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരിൽപ്പെട്ട ആളാണ് ഞാൻ. സർക്കാർ ആശുപത്രികൾ ഉണ്ടാകണം, സർക്കാർ ആശുപത്രികൾ കൂടുതൽ സൗകര്യമുള്ളതായി തീരണം. അതിനുവേണ്ടിയാണ് ജനപ്രതിനിധികൾ പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ എന്ന് വെച്ച് സർക്കാരേതര മേഖലകളിൽ നടക്കുന്ന മഹത്തായ കർമ്മങ്ങളെ, മഹത്തായ സംരംഭങ്ങളെ, മഹത്തായ സേവനങ്ങളെ ചെറുതാക്കി കാണാനോ അതിൻ്റെ പങ്ക് നിഷേധിക്കാനോ പൗരബോധമുള്ള, രാജ്യധർമ്മത്തിൽ വിശ്വസിക്കുന്ന, സാമൂഹികമായിട്ടുള്ള ഉത്ഥാനത്തെ, അഭിവൃദ്ധിയെ കാക്ഷിക്കുന്ന ഒരാൾക്കും സാധ്യമാവുകയില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലൊന്നാണ് CBSEയുടെ സഹോദയ സ്ഥാപനങ്ങൾ. എത്രയെത്രയോ CBSE സ്ഥാപനങ്ങൾ നമ്മുടെ കേരളക്കരയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഇതിലൂടെ ആകെ കണക്കെടുക്കുകയാണെങ്കിൽ കണക്ക് എനിക്ക് പറയാൻ സാധിക്കില്ല. അവരുടെ കയ്യിൽ ഒരു പക്ഷേ കണക്കുണ്ടായിരിക്കും. ഈ എല്ലാ സ്കൂളുകളിൽ നിന്നും കൂടി ഇതിനകം 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവർ ഏതൊക്കെയോ മേഖലകളിൽ ഉയർന്ന പഠനത്തിന് പോയിരിക്കുന്നു. ഉയർന്ന പഠനവും കഴിഞ്ഞ് പലരും ഉന്നതമായ സേവന മേഖലകളിലെത്തി അവിടെ ജോലിയോ മറ്റ് സംരംഭങ്ങളിലോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഇത്തരം സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ക്രിയാത്മകമായിട്ടുള്ള പങ്കാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതി യാഥാർത്ഥ്യമായി തീരുന്നത്. നിരവധി കൈവഴികൾ ചേർന്ന് ഒഴുകുമ്പോൾ ഒരു പുഴ ഉണ്ടായിത്തീരുന്നു. ഒരുപാട് പുഴകൾ ചേർന്ന് കടലിലെത്തി അത് മഹാസാഗരമായി അലയടിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ തോടിൻ്റെ പോലും പ്രാധാന്യത്തെ നിഷേധിച്ചുകൊണ്ട് കടലിനെ പറ്റി പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ആ തോട്ടിലെ വെള്ളം കൂടി ചേർന്നതാണ് ഈ കടലിലെ വെള്ളം. അതുകൊണ്ട് പൊതുവായ ഒരു കാഴ്ചപ്പാട്, സമഗ്രമായ ഒരു കാഴ്ചപ്പാട് ഏത് കാര്യത്തിലും ഉണ്ടായിരിക്കണം. ഞാനിവിടെ ദീർഘമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു കലോത്സവ പരിപാടിയാണ്.
സഹോദയ നടത്തുന്ന മികവുറ്റ കലോത്സവമാണിത്. എത്രയോ കുട്ടികൾ അവരുടെ കഴിവുകൾ ഇവിടെ വെച്ച് വികസിക്കുന്നു, അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാട്ടിക്കൊടുക്കുന്നു. പക്ഷേ എനിക്ക് അടുത്ത കാലത്തായിട്ട് നമുക്കൊക്കെ തോന്നുന്ന ഒരു ചിന്ത അതിവിടെ പങ്കുവെക്കാൻ മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. എല്ലാറ്റിൻ്റെയും അർത്ഥം നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അർത്ഥം നഷ്ടപ്പെടുന്ന കാലം. ഏതൊരു സംഗതിക്കും രണ്ട് ഘടകങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒന്നതിൻ്റെ രൂപം, ഒന്നതിൻ്റെ യാഥാർത്ഥ്യം. പുറത്തേക്ക് കാണുന്ന രൂപമായിരിക്കില്ല ചിലപ്പോൾ യാഥാർത്ഥ്യം. ഒന്ന് റിയാലിറ്റി, മറ്റൊന്നതിൻ്റെ ഫോം, അതിൻ്റെ രൂപം. പുറത്തേക്ക് കാണുന്നത് അതിൻ്റെ ആകൃതി മാത്രമാണ്, അതിൻ്റെ പുറമോടി മാത്രമാണ്. അകത്താണ് അതിൻ്റെ യാഥാർത്ഥ്യം കിടക്കുന്നത്, അതായത് അതിൻ്റെ ഉള്ളടക്കം. ആ ഉള്ളടക്കം നഷ്ടപ്പെട്ടാൽ ഒന്നിനും പറ്റാതെയായി തീരും. നാം കാണുന്ന ഈ മൈക്ക്, പുറത്ത് കാണുന്ന അതിൻ്റെ ഷേപ്പല്ല, അതിൻ്റെ ഫോമല്ല, അതിനകത്തുള്ള യന്ത്ര സംവിധാനമാണ്. ആ യന്ത്ര സംവിധാനത്തോട് ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ആംപ്ലിഫയർ, ഇലക്ട്രിസിറ്റി വന്ന് പ്രവർത്തിപ്പിക്കുന്ന ഇതിൻ്റെ മറ്റു യന്ത്ര സംവിധാനത്തിൻ്റെ ഭാഗങ്ങൾ, ശബ്ദത്തിൻ്റെ വോള്യം നിയന്ത്രിക്കുന്ന മറ്റു ഉപകരണങ്ങൾ, അവസാനം ഇവിടെ വെച്ചിട്ടുള്ള ഈ വലിയ കോളം, പണ്ടൊക്കെ ആണെങ്കിൽ ഉച്ചഭാഷണി എന്ന് പറഞ്ഞിരുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട, ഇന്ന് വളരെ വളർന്ന് വികസിച്ചിട്ടുള്ള, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ ശബ്ദം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനുള്ള യാന്ത്രിക സംവിധാനം, അതിൻ്റെ ടെക്നോളജിക്കൽ ഡിവൈസ്, അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഉപകരണം, ആ സിസ്റ്റം, അത് പ്രവർത്തനക്ഷമമായി തീരുന്നത്. അപ്പോൾ ആ അർത്ഥം വളരെ പ്രധാനമാണ്, ഉള്ളടക്കം പ്രധാനമാണ്. ഇന്ന് സമൂഹത്തിൽ നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉള്ളടക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കലയുടെ, സാഹിത്യത്തിൻ്റെ എല്ലാം എത്രയോ കലാപരിപാടികളാണ് 2 ദിവസമായിട്ട് ഇവിടെ നടക്കുന്നത്. സ്റ്റേജ് മത്സരങ്ങൾ, സ്റ്റേജ് ഇതര മത്സരങ്ങൾ. എന്നോട് ബഹുമാനപ്പെട്ട ശ്രീ അനീഷ് ജനറൽ സെക്രട്ടറി പറയുകയായിരുന്നു, നിരവധി മത്സരങ്ങൾ പലയിടത്തുമായിട്ട് നടന്നു കഴിഞ്ഞു, എന്നിട്ടും തീരാത്ത അത്ര വിധത്തിലുള്ള ഇനങ്ങളാണ് ബാക്കി കിടക്കുന്നത്. ഈ 2 ദിവസം കൊണ്ട് പോലും വളരെ സമയബന്ധിതമായിട്ട് നീങ്ങിയാൽ മാത്രമേ ഈ മത്സരങ്ങൾ തീർക്കാൻ സാധിക്കൂ. അത്രത്തോളം ഇനങ്ങളിലൂടെ നാം എന്തിനെയാണ് അന്വേഷിക്കുന്നത്? നാം അന്വേഷിക്കുന്നത് കലയെയാണ്. കല എന്താണ്? ആർട്ട് എന്ന് പറയുന്നത്. ആർട്ട് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സാക്ഷാത്കാരമായിരിക്കണം. ജീവിതത്തെ തൊട്ടറിയുന്നതാണ് മനുഷ്യൻ്റെ ഏത് സംരംഭത്തെയും അർത്ഥവത്താക്കി തീർക്കുന്നത്. ചലച്ചിത്രമാകട്ടെ, സംഗീതമാകട്ടെ, നാടകമാകട്ടെ, പ്രഭാഷണമാകട്ടെ, ഗാനമാകട്ടെ, ഒരു ചിത്രം വരെയാകട്ടെ, എന്തായിരുന്നാലും കലയുടെ ഏത് ഭാവത്തെയും അന്വർത്ഥമാക്കി തീർക്കുന്നത്, സാർത്ഥകമാക്കി തീർക്കുന്നത്, അത് മാനവ ജീവിതത്തെ തൊട്ട് ഉണർത്തുമ്പോൾ മാത്രമാണ്. മൈക്കലാഞ്ചലോ, ഷേക്സ്പിയർ, ബെഥോവൻ, ഇവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നു. ഇവരെയൊക്കെ നമ്മൾ വലിയ കലാകാരന്മാരായിട്ട് കാണുന്നു. എന്താണ് അവരൊക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്? അവർ ജീവിതത്തെ നോക്കിക്കണ്ടു എന്നതാണ്. ജീവിതത്തെ നവീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. മൊണാലിസയുടെ ഒരു മന്ദസ്മിതത്തെ പറ്റി പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആളുകൾ ചർച്ച ചെയ്യുന്നു. എന്താണ് ഒരു മന്ദസ്മിതത്തിൽ ഇത്രയേറെ ഇരിക്കുന്നത്? ഒരു പെണ്ണിന്റെ ചിത്രമാണ്. ഒരു പെണ്ണിന്റെ ചിത്രത്തിൽ എന്തും ഇത്ര വലിയ വിശേഷം? മൊണാലിസയുടെ ആ സുസ്മിതം, അത് അസാധാരണമായിട്ടുള്ള ഒരാവിഷ്കാരമാണ്. മനുഷ്യന്റെ മുഖത്ത് മനുഷ്യനെ ആനന്ദിപ്പിക്കുന്ന ഒന്നാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. അതെല്ലാവരെയും ആനന്ദിപ്പിക്കും. തിരുനബിയുടെ ഒരു പ്രസ്താവന, മുഹമ്മദ് നബിയുടെ ഒരു പ്രസ്താവന ഞാൻ ഓർത്തു പോകുന്നു. ആളുകളോട് ചിരിക്കണം, അത് മധുരമാണ് എന്നാണ് തിരുനബി പറഞ്ഞിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മധുരം പോലെ പ്രധാനമാണ് മനുഷ്യ ജീവിതത്തിൽ ഒരാളുടെ പുഞ്ചിരി. ഒരു ചിരി കാണാൻ കൊതിയായി എന്നൊരു പാട്ട് യേശുദാസ് പാടിയിട്ടുണ്ട് ഈ മലയാളക്കരയിൽ. ഒരു ചിരി കാണാൻ കൊതിയായി. ആ ചിരിയെ, ഒരു വ്യക്തിയുടെ ചിരിയെ, ചിരി എന്നതും കവിഞ്ഞ് മന്ദസ്മിതത്തെ, മന്ദഹാസത്തെ, സുസ്മിതത്തെ തൻ്റെ കലയുടെ പ്രതിഭ കൊണ്ട് ആ കലാകാരന് തൊട്ടപ്പോൾ അത് മൊണാലിസയുടെ ചിത്രമായിട്ട് മാറി. അതിനുശേഷം എത്രയോ ആളുകൾ ചിത്രം വരച്ചിരിക്കുന്നു. എന്നിട്ടും ആ ചിത്രങ്ങൾക്കൊന്നും കിട്ടാത്ത എന്തോ ഒന്ന് ഈ ചിത്രത്തിന് ലഭിച്ചത്
അതിൻ്റെ മാനവികമായ സ്പർശമാണ് എന്ന് കാണാൻ കഴിയുമ്പോഴാണ് നാം കലയെ മനസ്സിലാക്കുന്നത്. അതിലടങ്ങിയിട്ടുള്ള മനുഷ്യന്റെ ഭാവമാണ് മനുഷ്യൻ എന്ന് പറയുന്ന സംഗതി, ദ ഹ്യൂമൻ കണ്ടന്റ്. ആ ആർട്ടിന്റെ മാനുഷികമായിട്ടുള്ള ഉള്ളടക്കം ഇന്ന് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഈ ഹ്യൂമൻ കണ്ടന്റാണ്, മാനവികമായിട്ടുള്ള ഉള്ളടക്കമാണ്. അതില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന്. ജീവിതം എന്ന് പറയുമ്പോൾ അതിൻ്റെ വേദനയെ ഉൾക്കൊള്ളണം. ജീവിതത്തിന്റെ വേദനയെ ഉൾക്കൊള്ളാതെ എങ്ങനെയാണ് ജീവിതത്തെ മനസ്സിലാക്കാൻ സാധിക്കുക? നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ ഗസയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. എന്താണ് അവിടെ നടക്കുന്നത്? മലയാളത്തിലെ വലിയൊരു സാഹിത്യകാരി, തനിക്ക് 98 വയസ്സാകുന്ന വേളയിൽ, വലിയ സാഹിത്യകാരി, 98 വയസ്സിൽ അവർക്ക് ആശംസ നേടാനായിട്ടൊരു സുഹൃത്ത് വന്നു. അവരോട് മലയാളത്തിലെ ഈ മഹാസാഹിത്യകാരി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, ഭക്ഷണത്തിന് വേണ്ടി പാത്രവുമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ തൊണ്ടയിലൂടെ ചോറെങ്ങനെ ഇറങ്ങും എന്നാണ്. മനസ്സിലാക്കണം, ഇതാണ് സാഹിത്യം. 98 വയസ്സിലെ ജന്മദിനാശംസ നേരാൻ വന്ന ഒരു സുഹൃത്തിനോട്, 98 വയസ്സായെന്നും കൂടി മനസ്സിലാക്കണം, ആ സമയത്തും അവരെ അലട്ടുന്നത് ഗസയിലെ കുഞ്ഞുങ്ങൾ പാത്രവുമായിട്ട് നിൽക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കാഴ്ചയാണ്. പിന്നീട് അവർ പറഞ്ഞു, ഒരമ്മയുടെ കണ്ണുകൊണ്ടാണ് ഞാൻ അവരെ കാണുന്നത്. അതിൻ്റെ പിന്നിൽ മതമില്ല, അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമില്ല. ഈ സാഹിത്യകാരി എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് കരിയുന്ന കുഞ്ഞുങ്ങൾ കരയുന്ന വലിയവർ എന്നാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. കരിയുന്ന കുഞ്ഞുങ്ങൾ കരയുന്ന വലിയവർ. കുട്ടികളെ പറ്റി ഒരു പുസ്തകം എഴുതിയ മലയാളത്തിന്റെ സാഹിത്യകാരി ലീലാവതി ടീച്ചറെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എം ലീലാവതി, മലയാളത്തിന്റെ മഹാഭാഗ്യമായ ലീലാവതി. പുരാണേതിഹാസങ്ങളെ പറ്റി നിരവധി രചനകൾ നിർവഹിച്ചിട്ടുള്ള മലയാള സാഹിത്യത്തിലെ പെണ്ണെഴുത്തിൽ നിന്നൊക്കെ പുറത്തു കടന്ന് മലയാളത്തിന്റെ ആകെ എഴുത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കേണ്ട പേരാണ് ലീലാവതി ടീച്ചറുടെ പേര്. എത്രയോ അനർഘമായ ഗ്രന്ഥങ്ങൾ അവർ മലയാള ഭാഷയ്ക്കും നമ്മുടെ സംസ്കാരത്തിനും സമർപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ അതിന്റെ മറുവശത്തിലേക്ക് കടക്കുന്നില്ല. ഇത് കഴിഞ്ഞപ്പോൾ സൈബർ ഇടങ്ങളിൽ അവർക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായി. ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ തൊണ്ടയിലൂടെ ചോറ് ഇറങ്ങുന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് 98 വയസ്സിൽ ലീലാവതി ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായി. അതാണ് പുതിയ കേരളം. ഈ പോക്ക് എങ്ങോട്ടാണ്? അവരങ്ങനെ പറഞ്ഞതിനെതിരെ അങ്ങനെയാ പറയാൻ പാടില്ലത്രേ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ പാടില്ലത്രേ. ഈ രീതിയിലാണെന്ന് ചിലരുടെ മനോഭാവം. ഈ മനോഭാവമാണ് യുദ്ധത്തെക്കാൾ അപകടം. ചിലരുടെ മനസ്സുകളിലാണ് ബോംബ്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം കലയെയും സാഹിത്യത്തെയും ഒക്കെ സമീപിക്കേണ്ടത്. വെറുപ്പിനെ ഇല്ലാതാക്കുന്നതും സ്നേഹത്തെ കൊണ്ടുവരുന്നതുമാണ് കല. അതാണ്, എല്ലാം അങ്ങനെയായിരിക്കണം. അതിർത്തിയില്ലാതെ മനുഷ്യനെ സ്നേഹിക്കണം. അതിർത്തിയില്ലാതെ സൗഹൃദം പറയുന്നതാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ശ്രീ പത്മകുമാർ, മലപ്പുറം CBSE SMAയുടെ ട്രഷറർ, എൻ്റെ ഓർമ്മയെ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ നാട്ടിൽ കാട്ടിപ്പരുത്തിയിൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കൂടി ഭാരവാഹിയായിട്ടുള്ള ക്ഷേത്രത്തിന്റെ സമുദായ സൗഹൃദ സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയ കാര്യം ഞാൻ തന്നെ മറന്നുപോയി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ ഓർമ്മയിൽ മങ്ങിപ്പോയ ആ ചിത്രം, അതുപോലെ എത്രയെത്ര നമ്മളൊക്കെ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു, ഞാൻ ഇപ്പോഴും എത്രയോ ക്ഷേത്രങ്ങളിൽ, ചർച്ചകളിൽ, മസ്ജിദുകളിൽ മാത്രമല്ല അതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു. പക്ഷെ നാം എവിടെ എത്തി? നാം എത്തി നിൽക്കുന്നത് ഏത് പതനത്തിന്റെ വക്കത്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ഞാൻ ലീലാവതി ടീച്ചറിലേക്ക് മടങ്ങുകയാണ്. ലീലാവതി ടീച്ചറെ കുറിച്ച് പറയാതെ 98 വയസ്സിൽ ആശംസ നേരാൻ പോയ ഒരു സുഹൃത്തിനോട്, അവര് പത്രക്കാരോട് പറഞ്ഞതല്ല, അവരത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇപ്പൊ സംസാരിച്ചതല്ല, ആ സുഹൃത്താണത് ലോകത്തെ അറിയിക്കുന്നത്. ഞാനിങ്ങനെ 98 വയസ്സിൽ ജന്മദിനാശംസ നേരാൻ വേണ്ടി പോയപ്പോൾ ലീലാവതി ടീച്ചർ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്ന്
ഈ സുഹൃത്ത് പറയുമ്പോഴാണ് ലോകമറിയുന്നത് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്ന മലയാളത്തിന്റെ വലിയ എഴുത്തുകാരിയുടെ മനസ്സ്. അവസാനം തനിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് എന്നറിഞ്ഞപ്പോൾ അവരതിനോട് പ്രതികരിച്ചതും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ പറഞ്ഞു, ഇത്തരം എതിർപ്പുകളുടെ പിറകിലുള്ള രാഷ്ട്രീയം എനിക്കറിയാത്തത് കൊണ്ടല്ല, പക്ഷേ മരണം കാത്തുകിടക്കുന്ന ഞാൻ അതിനോട് പ്രതികരിക്കാതിരിക്കുകയാണ്. ഇതിന്റെ മുമ്പിലൊക്കെ ഒരു മൗനത്തിന്റെ കോമ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതാണോ 98-ാം വയസ്സിൽ ലീലാവതി ടീച്ചർക്ക് നാം തിരിച്ചു കൊടുക്കേണ്ടത്? അപ്പോൾ ചില ആളുകളുടെ മനസ്സിലുള്ള വെറുപ്പാണ്. അതവിടെ ഇരിക്കട്ടെ. ഗസയിലേക്ക് മടങ്ങുക. ഈ ലോകം ഭരിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താണ്? ലോകം ഭരിക്കുന്ന ആളുകളുടെ മനസ്സിൽ നിന്ന് കരുണ പോയാൽ എന്തായിത്തീരും ലോകം? എന്താണ് ശ്രീബുദ്ധനെ നിർമ്മിച്ചത്? എന്താണ് ശ്രീകൃഷ്ണനെ നിർമ്മിച്ചത്? എന്താണ് ശ്രീരാമചന്ദ്രന്റെ പാതാരബിന്ദങ്ങളെ അഗാധമാക്കിയത്? അത് കരുണ മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗാന്ധിയുടെ നാടിൽ ഗാന്ധിയെ ശിരസാവഹിക്കുന്നവരെന്ന നിലയിൽ നമുക്ക് കരുണയെ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരുണ്യം അത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും കരുണ ഉണ്ടായിരിക്കണം. യേശു എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് കാരുണ്യത്തിന്റെ എത്രയെത്ര രൂപഭാവങ്ങളാണ്. തിരുനബി മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തന്നെ വിശേഷിപ്പിക്കുന്നത് ലോകങ്ങളുടെ കാരുണ്യം എന്നാണ്. കരുണയുടെ പേരിൽ മാത്രമേ ലോകം നിലനിൽക്കുകയുള്ളൂ. ആ കാരുണ്യത്തെ, മനുഷ്യ ഹൃദയങ്ങളിലുള്ള കാരുണ്യത്തെ അർത്ഥവത്താക്കുന്ന പ്രക്രിയയായിരിക്കണം കല എന്ന് പറയുന്നത്. മനുഷ്യനെ അന്വേഷിച്ച് കണ്ടെത്തുന്നതായിരിക്കണം കല എന്ന് പറയുന്നത്. മനുഷ്യന് കരുണ നൽകുന്നതായിരിക്കണം കല എന്ന് പറയും. എല്ലാ വിഭാഗീയതകളെയും തോൽപ്പിക്കുന്നതാണ് കല. മൊണാലിസയുടെ മന്ദസ്മിതത്തിൽ, ഷേക്സ്പിയറുടെ നാടകങ്ങളിൽ, മൈക്കലാഞ്ചലോയുടെ വിരൽ സ്പർശങ്ങളിൽ, ബെഥോവന്റെ സംഗീത തന്ത്രികളിൽ, രവീന്ദ്രനാഥ ടാഗോറിന്റെ കാവ്യതല്ലജങ്ങളിൽ, കാളിദാസന്റെ ഭാവനാവിലാസങ്ങളിൽ അതിനൊന്നും അതിർത്തികളില്ല. എല്ലാവർക്കുമുള്ളതാണ്, എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ടാഗോറിന്റെ മഹത്തായ കവിതയുണ്ട്. എവിടെയാണോ ശിരസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്, the head is held high, അങ്ങനെയാണ് മഹാനായ ടാഗോർ അതേക്കുറിച്ച് എഴുതുന്നത്. എന്നിട്ട് ടാഗോർ പറയുന്നുണ്ട്, എവിടെയാണോ ദേശീയതയാൽ മാനവരാശി കഷ്ണം കഷ്ണമാക്കി വെട്ടിമുറിക്കാത്തത്, അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ആ മഹത്തായ കവിത അവസാനിക്കുന്നത്. ദേശീയത കൊണ്ട് കഷ്ണം കഷ്ണം വെട്ടി മനുഷ്യ ലോകത്തെ വിഭജിക്കാത്ത ഒരു ലോകം. അവരൊക്കെ ദേശീയവാദികളായിരുന്നു. എന്ന് വെച്ച് ദേശീയത എന്ന് പറയുന്നത് മനുഷ്യരാശിയെ പരസ്പരം ശത്രുക്കളാക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിയാനുള്ള പ്രബുദ്ധത, എൻലൈറ്റൻമെന്റ്, അത് അവർക്കുണ്ടായിരുന്നു. കല മനുഷ്യനെ പ്രബുദ്ധനാക്കണം, സാഹിത്യം പ്രബുദ്ധനാക്കണം. എല്ലാ മനുഷ്യരെ പ്രബുദ്ധതയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അത് വൃഥാ വിലാസമാണ് എന്ന് കാണാനായിട്ട് സാധിക്കണം. ആലോചിച്ച് നോക്കൂ. പാത്രവുമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കുഞ്ഞിനറിയില്ല എപ്പോഴാണ് ബോംബ് തന്റെ തലയിൽ വന്ന് വീഴുന്നത് എന്ന്. ആ കുട്ടിക്കറിയില്ല ഈ യുദ്ധം എന്തിനാണെന്ന്. ഇത് ആര് നടത്തുന്ന യുദ്ധമാണ്? കൈകൾ വെട്ടിമാറ്റപ്പെട്ട കുഞ്ഞുങ്ങൾ, പട്ടിണി കൊണ്ട് എല്ലും തൊലിയുമായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അതൊക്കെ അവിടെ നടന്നോട്ടെ എന്ന് വെക്കാൻ ഒരു മനുഷ്യ സ്നേഹിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ബാപ്പു, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഫലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി ശക്തമായിട്ട് ശബ്ദിച്ചു. ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ഞെട്ടിപ്പോകും. പറഞ്ഞ് അതിന്റെ അങ്ങേയറ്റം വരെ പറഞ്ഞു, ഇസ്രായേലിനെ നെയ്ക്കഡ് ടെററിസം, നഗ്നമായ ഭീകരവാദമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് ഗാന്ധിജി പറയുന്നത് ഒരു 75 വർഷം മുമ്പാണ്. മഹാത്മാവിന്റെ വാക്ക് പുലർന്നിരിക്കുന്നു എന്ന് ഞാൻ ഈ കലോത്സവത്തിൽ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. 75 കൊല്ലം മുമ്പ് ഗാന്ധിജിയുടെ വാക്കാണ്. ഞാൻ ഇന്നലെയും അത് വായിച്ച ആളാണ്. നെയ്ക്കഡ് ടെററിസം,
നഗ്നമായ ഭീകരവാദമാണ് നിങ്ങൾ ആ മണ്ണിലെ മക്കളോട് നടത്തുന്നത്. 75 കൊല്ലം മുമ്പ് അവർ ഇത്ര വലിയ കുഴപ്പക്കാരായിട്ടില്ല. 75 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ ലോകത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടി, എത്ര കുഞ്ഞുങ്ങളെ കൊന്നു, എത്ര അപരാധം, എത്ര മനുഷ്യഹത്യ, എത്ര നരമേധം. ഇന്ന് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ രാജ്യാന്തര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ. അറസ്റ്റ് വാറണ്ട് രാജ്യാന്തര ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ദൈവത്തിന്റെ കോടതിയിലോ നീതിനിയുടെ കോടതിയിലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മാനവരാശിയുടെ വേദനയെ തൊട്ടറിയാതെ കലയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, സാഹിത്യമില്ല. എല്ലാം മനുഷ്യരുടെ വേദനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ ഏത് കലാസൃഷ്ടി നിങ്ങൾ എടുത്തു നോക്കൂ, അത് വേദനയെ ആവിഷ്കരിച്ചതാണ്. യേശുദാസിന്റെ ഏറ്റവും നല്ല പാട്ട്, നമ്മുടെ അഭിമാനമായ ദാസേട്ടന്റെ, മഹാനായ യേശുദാസ് എന്ന് ഞാൻ പറയും. മഹാനായ യേശുദാസ്. ആ യേശുദാസിനെയും ചിലപ്പോൾ കേരളക്കരയിൽ ഇപ്പോൾ ചിലർ ആക്ഷേപിക്കുന്നു. വെറുതെ ഒരു കുശുമ്പ്, എന്താ ഒരു കാര്യമില്ല. ദാസേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയാം. ഒരു യേശുദാസ് വരുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്കിടയിലാണ്. അങ്ങനെ ഒരു യേശുദാസ് ഇതുവരെ ഉണ്ടായിട്ടില്ല, നാളെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. എത്രയോ ഗായകന്മാർ വന്നേക്കും. ഈ പെരിന്തൽമണ്ണയിലാണ് ഒരിക്കൽ യേശുദാസ് വന്നപ്പോൾ ഞാൻ അദ്ദേഹമുള്ള ഒരു വേദിയിൽ ചെയ്ത സംസാരം പിന്നീട് ലക്ഷക്കണക്കിന് മലയാളികൾ വളരെ ആദരത്തോടുകൂടി താല്പര്യത്തോടുകൂടി ശ്രമിച്ചത് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. വല്ല കാര്യവുമുണ്ടോ? എന്തെങ്കിലും ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒരാൾ ആക്ഷേപിക്കുക, ഏത് മാവിന് നേരെയും കല്ലെറിയുക, മനസ്സിൽ വെറുപ്പ് പോയി ഛർദിക്കുക. ഇതാണ് പുതിയ രീതി. വെറുപ്പ്, ഹെയ്റ്റ്. വെറുക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ ഒരാളെ ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ സഹോദയ കലോത്സവത്തിൽ എനിക്ക് കുട്ടികൾക്ക് നൽകാൻ സന്ദേശം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനങ്ങനെ സന്ദേശം നൽകാൻ യോഗ്യനാണെന്ന് എനിക്കൊട്ട് തോന്നിയിട്ടുമില്ല. ഉപദേശമെന്നും ഞാൻ പറയില്ല, ഞാനൊരു ഉപദേശകനുമല്ല. പക്ഷെ ഞാൻ ഊന്നി പറയുന്നു, ഇതൊരു കലോത്സവത്തിന്റെ ഉദ്ഘാടനമായതുകൊണ്ട് വെറുപ്പിനെതിരെ സ്നേഹത്തിന്റെ തത്വശാസ്ത്രങ്ങളെ നിർമ്മിക്കുവിൻ. മലയാളത്തിന്റെ മഹാകവി വയലാറിനെ പോലെ പാടുവിൻ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. മനുഷ്യന്റെ വേദനയെ സ്നേഹിക്കാത്ത ഒന്നിനെയും ഞാൻ സ്നേഹിക്കില്ല എന്ന് പറഞ്ഞ വയലാർ രാമവർമ്മയെ പോലെ. അതാണ് ഉത്കൃഷ്ടമായ കവിത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ വയലാർ എഴുതിയത് 19 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇന്നാ വരികൾ അന്നത്തേതിനേക്കാൾ പ്രസക്തമാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. മനുഷ്യന്റെ വേദനിക്കുന്ന ആത്മാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും ഞാൻ സ്നേഹിക്കില്ല എന്ന് പറഞ്ഞ വയലാർ, ആ വയലാറിന്റെ തത്വശാസ്ത്രം സ്നേഹത്തിന്റെ തത്വശാസ്ത്രമാണ്. ആ വയലാറാണ് മലയാളക്കരയിലെ ഇന്ന് മലയാളികൾ ആസ്വദിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരുപക്ഷെ 50% എഴുതിയിട്ടുള്ളത് വയലാർ രാമവർമ്മയാണ്. അങ്ങനെയോടെയാണ് നമ്മളൊക്കെ രൂപപ്പെട്ടത്. നമ്മെ നിർമ്മിക്കുന്നതിൽ ആ പാട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഹിന്ദി സിനിമക്ക് പാട്ട് എഴുതിയവർ ഒരു കാലത്ത് ഒന്നാം തരം കവികളാണ്. റഫി സാഹിബ്, മുകേഷ്, കിഷോർ കുമാർ, സൈഗൾ, ഇവരൊക്കെ പാടി. ലതാ മങ്കേഷ്കർ. അടുത്ത ദിവസം എനിക്ക് കോഴിക്കോട്ട് ഈ വരുന്ന 28-ാം തീയതി രാത്രി പങ്കെടുക്കാൻ ഒരു പരിപാടി. ലതാ മങ്കേഷ്കറുടെ ജന്മദിനാഘോഷമാണ്. ഇന്ത്യയുടെ പൂങ്കുയിലാണ്. അവരെ ആദരിക്കാൻ വേണ്ടി ഒരിക്കൽ ബോംബെയിൽ പോയത് എനിക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മയാണ്. എന്താണ് ഇവരൊക്കെ വിട്ടേച്ചു പോയത്? സ്നേഹമാണ്. അവരുടെ പാട്ടിലൂടെ സ്നേഹമാണ്. വെറുക്കരുത്, വെറുക്കരുത്, വെറുക്കരുത്. ഇതാണ് അവരെല്ലാവരും പറഞ്ഞത്. അവരൊക്കെ പാടിയ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് വലിയ വലിയ കവികളാണ്. മജ്നൂൻ സുൽത്താൻപുരി, ഹസ്രത്ത് ജയപുരി, ഇന്ദീവർ, ആനന്ദ് ബക്ഷി, ഷക്കീൽ ബദായൂനി, ഇവരൊക്കെ ഒന്നാം തരം കവികളാണ്. പക്ഷെ സിനിമക്ക് പാട്ട് എഴുതിയവരുമാണ്. മലയാളക്കരയിലേക്ക് വന്നാൽ അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ അടുത്ത കാലത്ത് നിര്യാണം പ്രാപിച്ച മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അടക്കം ഇവരൊക്കെ വലിയ കവികളാണ്. ആ കവിതകളോട് അവർ പകർന്നു നൽകിയത് സ്നേഹമാണ്. അതിർത്തിയില്ലാതെ സ്നേഹിക്കുക, ആരെയും വെറുക്കരുത്, വർഗീയത പാടില്ല, ഒരാളോടും വെറുപ്പ് പറയരുത്, വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടക്കരുത്.
തിരുനബിയുടെ ഒരു വാക്ക് ഓർത്തു പോകുന്നു. മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ വിളിച്ചുകൊണ്ട് തിരുനബി പറയുന്നുണ്ട്, എന്റെ മോനെ അനസേ. അനസ് മകനൊന്നുമല്ല, ഒരു ശിഷ്യനാണ്. എന്നിട്ടും പറയാൻ പോകുന്ന കാര്യത്തിന്റെ വില അത്ര പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ആരെങ്കിലും പ്രിയപ്പെട്ടവരോട് പറയുകയാണെങ്കിൽ മോനെ എന്ന് പറയില്ലേ? മോനെ, എന്റെ മോനെ അനസേ, പുലർകാലത്തും ആരെയും വെറുക്കരുത്, വൈകിട്ടും ആരെയും വെറുക്കരുത്. നിനക്കങ്ങനെ ആകാൻ കഴിയുമോ? രാവിലെയും വെറുപ്പില്ല, വൈകുന്നേരവും വെറുപ്പില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ പത്മകുമാർ എന്നോടൊരു സംഭവം പറയുകയുണ്ടായി. CBSEയുടെ SMA ട്രഷറർ. ഞാൻ ഏതോ കാലത്ത് ചെയ്ത ഒരു പ്രസംഗം കേട്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു, ഞാൻ കരഞ്ഞുപോയി എന്നാണ് പത്മകുമാർ എന്നോട് പറഞ്ഞത്. അതായത് എല്ലാ ദിവസവും മുഹമ്മദ് നബി നടന്നു പോകുന്ന വഴിയിൽ തിരുനബിയുടെ മേലേക്ക് തുപ്പുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും തുപ്പും. ഒരു ദിവസം ആ സ്ത്രീയെ കാണാനില്ലാതെയായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, എന്ത് പറ്റി ആ സഹോദരിക്ക് എന്ന്. ആരോ പറഞ്ഞു അവൾ അസുഖം പിടിച്ച് കിടപ്പാണ് എന്ന്. അവളുടെ വീട്ടിൽ പോയി അവളെ ആശ്വസിപ്പിച്ച് അവളുടെ അടുക്കൽ രോഗശമനത്തിനായി ആശംസയുമായി ചെന്ന തിരുനബിയെ കുറിച്ച് ഞാൻ ഏതോ കാലത്ത് ചെയ്ത ഒരു പ്രസംഗം ഇവിടെ ഈ വേദിയിലിരുന്ന് പത്മകുമാർ എന്നോട് ഇതൊക്കെ പറയുമ്പോ മാനവ മൂല്യങ്ങൾ എല്ലാവർക്കും ഒന്നാണ് എന്ന് ഞാൻ വീണ്ടും തിരിച്ചറിയുന്നു. അത് പത്മകുമാറിനും അബ്ദുസമദിനും ഒന്നാണ്. അത് തന്നെയാണ് ഉപനിഷത്തിലുള്ളത്. അത് തന്നെയാണ് ഞാൻ പഠിച്ച മതഗ്രന്ഥങ്ങളെല്ലാം കാണാൻ സാധിച്ചിട്ടുള്ളത്. പത്മകുമാർ ഓതിയത് തന്നെയാണ് ഞാനും ഓതുന്നത്. പത്മകുമാർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ശ്രേഷ്ഠ പ്രമാണങ്ങളെ തന്നെയാണ് ഞാനും ശ്രേഷ്ഠ പ്രമാണങ്ങളായിട്ട് കാണുന്നത്. മാതാവിനെ വന്ദിക്കണമെന്നത് ഞാൻ പഠിച്ച പാഠമാണ്, പത്മകുമാറും പഠിച്ച പാഠമാണ്. അത് ഏത് സോഴ്സിൽ നിന്ന് കിട്ടിയാലും അത് യഥാർത്ഥത്തിൽ ഒരേ സോഴ്സാണ്, ഒരേ പ്രഭവ കേന്ദ്രമാണ്. പക്ഷെ ഞാൻ ഈ അടുത്ത ദിവസം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ എൻ്റെ സുഹൃത്ത് പ്രശസ്ത സിനിമാ നടൻ സലീം കുമാർ അദ്ദേഹത്തോടൊപ്പം ഖത്തറിൽ പോയി. പരിപാടി വളരെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ രണ്ടാളും കൂടി സ്റ്റേജിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ഒരു സംഭാഷണം. അതൊരു പുതുമയുള്ള കാര്യമായിരുന്നു. വേറെ കലാപരിപാടിയോ മ്യൂസിക്കോ ഓർക്കസ്ട്രയോ ഒന്നുമില്ല. എത്രയോ ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ഞങ്ങൾ രണ്ടാളും വേദിയിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കസേരയിട്ട് സമൂഹത്തെ അലട്ടുന്ന വിവിധ പ്രശ്നങ്ങളെ പറ്റി. സലീം കുമാറിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ പ്രഗത്ഭനായ നടൻ. അതിലുപരി സലീം കുമാറിന്റെ പ്രത്യേകത, അദ്ദേഹം അടുത്ത കാലത്ത് സാമൂഹിക കാര്യങ്ങളിൽ നിരന്തരം പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു കലാകാരനാണ്. കലാകാരന്മാർ സാമൂഹിക വിഷയങ്ങൾ ഇടപെടണം. കലയും അതാണ് ഞാൻ ലീലാവതി ടീച്ചറെ ഉദ്ധരിച്ചത്. സമൂഹവുമായി ബന്ധമില്ലാത്ത സാഹിത്യം എന്ത് സാഹിത്യം? എന്റെ തൊണ്ടയിലൂടെ എങ്ങനെ ചോറ് ഇറങ്ങുമെന്ന് ചോദിക്കുന്ന ലീലാവതി ടീച്ചറാണ്. ഭക്ഷണത്തിന് പാത്രവുമായി നിൽക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്റെ തൊണ്ടയിലൂടെ എങ്ങനെ ചോറ് ഇറങ്ങുമെന്ന് ചോദിച്ച ലീലാവതി ടീച്ചറാണ്. ഒരുപക്ഷെ സാഹിത്യത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃക എന്നിവിടെ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതും തന്റെ 98ാമത്തെ വയസ്സിൽ. അവസാനം അവര് പറയുന്ന വാക്കോ, ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എനിക്ക് അറിയാത്തത് കൊണ്ടല്ല, മരണം കാത്തുകിടക്കുന്ന ഞാൻ അതിനോട് പ്രതികരിക്കാതിരിക്കുകയാണ്. പക്ഷെ ലീലാവതി ടീച്ചറെ ഇവർക്ക് അറിയുമോ? ലീലാവതി ടീച്ചറാണ് മലയാളികൾക്ക് പുരാണ ഇതിഹാസങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന മലയാളത്തിലെ വലിയൊരു എഴുത്തുകാരി. അവരുടെ പുസ്തകങ്ങളിൽ വലിയൊരു വിഷയം പുരാണ ഇതിഹാസങ്ങളാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള ക്രമങ്ങളെ എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും? സലീം കുമാറിന്റെ കൂടെ ഞാൻ ആ പരിപാടിക്ക് പോയപ്പോൾ നാട്ടിൽ നിന്നൊരു വാർത്ത കേട്ടു, ഒരു മാതാവിനെ മകൻ കൊന്നിരിക്കുന്നു. അത് കേരളത്തിൽ ഇന്നൊരു പുതുമയുള്ള സംഭവമല്ല, ആണോ? കഴിഞ്ഞ 6 മാസക്കാലം മക്കളാൽ കൊല ചെയ്യപ്പെട്ട മാതാക്കളുടെ കണക്കെടുക്കൂ. CBSE ഒക്കെ നടത്തി കുട്ടികളെ പഠിപ്പിച്ചു വിടുന്ന നല്ലവരായ മനുഷ്യരാണ് ഈ വേദിയിലുള്ളത്. നിങ്ങൾ ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് സ്കൂൾ നടത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലാഭമുണ്ടാക്കാനാണ് നിങ്ങൾ സ്കൂൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കാശ് കൊണ്ട് ഏറെ ഏതെങ്കിലും ബിസിനസ്സോ ഫാക്ടറിയോ തുടങ്ങാമായിരുന്നുവല്ലോ. അപ്പൊ നിങ്ങൾക്ക് മുമ്പിലുള്ള ലക്ഷ്യം ഭാവി തലമുറയാണ്.
ഭാവി തലമുറയുടെ വിദ്യാഭ്യാസമാണ്, ഭാവി തലമുറയുടെ സംസ്കാരമാണ്. അതുകൊണ്ടാണ് CBSEയുടെ സഹോദയ സ്ഥാപനങ്ങളും അനുബന്ധ സംരംഭങ്ങളുമെല്ലാം ഇതുപോലുള്ള മഹത്തായ കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ളത്. അപ്പൊ ഈ കാര്യം എന്നെ വളരെ ദുഃഖിപ്പിച്ചു. ഒരു മാതാവിനെ കൂടി ഒരു മകൻ കൊന്നിരിക്കുന്നു. അപ്പൊ ഞാൻ സലീം കുമാറിനോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വേറെ പല സ്ഥലത്തും. ഒരമ്മയെ ഒരു മകൻ അടുത്ത കാലത്ത് കൊന്നിട്ട് അമ്മ മരിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ ആ മകൻ ചെയ്ത പണി ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തല ചതച്ചരക്കുകയായിരുന്നു. ഇതൊക്കെ ഒരു പക്ഷേ കേരളത്തിലേ നടക്കൂ എന്നാണ് എന്റെ വിശ്വാസം. പാശ്ചാത്യ സമൂഹത്തിലൊന്നും നടക്കില്ല. നമ്മളെല്ലാ കാര്യത്തിലും ആക്ഷേപിക്കുന്നവരാണ് പടിഞ്ഞാറുകാർ. അവരൊന്നും പെറ്റ തള്ളയോട് അത്രത്തോളം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് പക്ഷേ പെറ്റ തള്ളയെ നോക്കുന്നില്ലായിരിക്കാം. പടിഞ്ഞാറൻ സമൂഹങ്ങളിൽ വീട് വിട്ടു പോകുന്നുണ്ടായിരിക്കാം മക്കൾ. പക്ഷെ മകൻ നേരെ കൊന്ന ശേഷം മരിച്ചോ എന്നറിയാൻ എന്റെ ഗ്രാമത്തിൽ ചെറുപ്പത്തിൽ ആളുകൾ പാമ്പിനെ തച്ചു കൊല്ലുക എന്നാണ് പറയാ. നമ്മളെ മലപ്പുറത്തൊരു മലയാളമാണ്, തച്ചു കൊന്നു. അങ്ങനെ തച്ചു കൊന്ന ശേഷം പാമ്പ് ചത്തോ ജീവൻ പോയോ എന്ന് ഉറപ്പുവരുത്താൻ പാമ്പിന്റെ തല ഇങ്ങനെ ചെരുപ്പിട്ടിട്ടോ മറ്റോ ചവിട്ടി ഞെരിച്ചു നോക്കും. അല്ല പെടച്ചിലുണ്ടോ അവസാനത്തെ പെടച്ചിലെന്നറിയാൻ. അമ്മ മുഴുവൻ ചത്തുപോയോ എന്നറിയാൻ ഇവൻ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തല ചതച്ചരക്കുകയും അമ്മയുടെ കരച്ചിലിന്റെ ഒച്ച കേട്ട് അയൽവാസികൾ വന്ന് അമ്മയെ രക്ഷപ്പെടുത്തുമോ എന്ന് ആശങ്കപ്പെട്ടതിനാൽ അവൻ ടെലിവിഷന്റെ വോള്യം കൂട്ടിവെക്കുകയും ചെയ്യും. ഒച്ചക്കും അമ്മയുടെ കരച്ചിൽ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ. അതാണ് കേരളം, ഇതാണ് കേരളം. ഇതൊന്നും കാണാതെ നടക്കുന്നതിൽ ഒരർത്ഥമില്ല. ഞാനിപ്പോ അടുത്ത കാലത്ത് മാർക്കിനെ അനുമോദിക്കുന്ന ചടങ്ങിൽ പോകാറില്ല. ഞാൻ എന്റെ നിയോജക മണ്ഡലത്തിൽ പോലും ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. A+ കിട്ടിയവരെ അനുമോദിക്കാൻ ഇങ്ങനെ വിളിക്കും. അതിനിങ്ങനെ എല്ലാ സ്കൂളിലും പോകും. നമുക്ക് സമയമില്ല. ഒരു ജനപ്രതിനിധിക്ക് ഒരുപാട് പണിയെടുക്കാനുണ്ട്. പിന്നെ എനിക്ക് തോന്നി, ഞാൻ ചോദിച്ചു എന്നെ ക്ഷണിക്കുന്നവരോട്, എന്തിനാണ് ഈ A+ കിട്ടിയവരെ അനുമോദിക്കുന്നത്? ആർക്ക് വേണം മാർക്ക് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു ഒരു പ്രസംഗത്തിൽ. അത് വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിയിരുന്നു. ആർക്ക് വേണം മാർക്ക്? ഞാൻ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. മാർക്ക് മനുഷ്യനെ നിർമ്മിക്കുമോ? മാർക്ക് നല്ല ഡോക്ടറെ ഉണ്ടാക്കുമോ? മാർക്ക് കരുണയുള്ള പിതാവിനെ, കരുണയുള്ള മകനെ, കരുണയുള്ള മകളെ, കരുണയുള്ള അമ്മയെ, കരുണയുള്ള അയൽക്കാരനെ. ഇതൊക്കെയാണ് ലോകത്തിനും സമൂഹത്തിനും ആവശ്യം. അപ്പോ ഞാൻ സലീം കുമാറിന്റെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോ പിന്നെ ഒരു വാർത്ത വന്നു. ഈ അമ്മയെ മകൻ കൊന്നതിനേക്കാൾ എന്നെ ഞെട്ടിപ്പിച്ചത് ആ വാക്കാണ്. ഇത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ നടന്നതാണ്. ഞാൻ കഴിഞ്ഞ കാലിക്കറ്റ് സർവകലാശാലയുടെ സീസോൺ കലോത്സവം ഉദ്ഘാടനം ചെയ്തപ്പോ ഈ സംഭവം എന്റെ സംസാരത്തിനിടയിൽ എടുത്തു പറഞ്ഞ് ഞാൻ വേദിയിൽ പോയി ഇരുന്നപ്പോ എന്റെ പിറകിൽ നിന്നൊരു പ്രൊഫസർ എന്റെ കാതിൽ വന്നിട്ട് പറഞ്ഞു, സമദാനി സാഹിബ്, നിങ്ങൾ പറഞ്ഞ സംഭവം നടന്ന കൊലയാളി എന്റെ വീടിന്റെ പരിസരത്താണ്, എന്റെ അയൽക്കാരനാണ് അയാള്, ആ മാതാവിനെ കൊന്നവൻ. അപ്പൊ ഇവൻ കൊന്ന ശേഷം പറഞ്ഞ വാക്കാണ് എന്നെ ഞെട്ടിച്ചത്. ഇവൻ പോലീസിനോട് പറഞ്ഞു, എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനും ഉള്ളത് ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നെ പെറ്റു വളർത്തിയതിനുള്ള പ്രതിഫലം അവൾക്ക് ഞാൻ കൊടുത്തു. ഇതൊന്നും കാണാതെ ഇലയിൽ മരുന്ന് തെളിക്കുന്ന പോലെ കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിയിട്ട് പോലും കാര്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്. ബഹുമാനപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ആദരിക്കുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾ ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. പക്ഷെ ഇത് കാണാതെ, ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ, മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മനസ്സിലാക്കാതെ, ഇന്നലെയും ഒരു കുട്ടിയെ കാണാതായിരിക്കുന്നു എന്റെ നിയോജക മണ്ഡലത്തിൽ. എങ്ങോട്ടാ പോയി യാതൊരു വിവരമില്ല. ഞാൻ SP-യെ വിളിച്ചു. ഒരു കൊല്ലം മുമ്പ് ഞാൻ ഈ മലപ്പുറത്ത് MP ആയിരുന്ന കാലത്ത് ഒരു കുട്ടിയെ കാണാതായി. ഞാൻ അന്ന് SP-യെ വിളിച്ചു. പോലീസ് നന്നായി ഇടപെട്ടു. അന്ന് എന്നെ ഞെട്ടിപ്പിച്ചത്, ഇവനെ കൂട്ടിക്കൊണ്ടുപോയ ഒരാളാണ്. അയാൾ ഇന്നും അജ്ഞാതനാണ്. CCTV-യിൽ, ഷൊർണൂരിലെ CCTV-യിൽ കണ്ടു, ഒരാൾ ഇങ്ങനെ മുമ്പിൽ നടക്കുന്നുണ്ട്, ഇവനെ കൊണ്ടുപോകുന്ന ആള്.
അവസാനം അത്ഭുതകരമായി നിങ്ങൾക്ക് തോന്നും, ബോംബെയിലെ മഹാരാഷ്ട്രയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ്, മലപ്പുറത്തെ പോലീസ്. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. പോലീസിന്റെ സേവനങ്ങൾ എങ്ങനെ ഇത് കണ്ടെത്തിയെന്ന് എനിക്കെപ്പോഴും അത്ഭുതം തോന്നും. എന്നിട്ട് ഈ കുട്ടിയെ തിരിച്ചു കിട്ടി കാലങ്ങൾ കഴിഞ്ഞിട്ടും ആരാണ് ആ കൂട്ടിക്കൊണ്ടുപോയവൻ? ആരാണ് ആ അജ്ഞാതൻ? അങ്ങനെ വിളിച്ചിറക്കി കൊണ്ടുപോകാവുന്ന എന്ത് ബന്ധവും ശക്തിയുമാണ് ഈ അജ്ഞാതൻ ഈ കുട്ടിയുമായിട്ടുള്ളത് എന്ന 1000 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയരുകയാണ്. അതുകൊണ്ട് പുതിയ തലമുറ അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയട്ടെ. ജീവിതത്തിന്റെ ദിശാബോധം നഷ്ടപ്പെടുന്ന കാലത്ത് അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. എല്ലാ മൂല്യങ്ങളും കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന പോലെ ഇല്ലാതെയായാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതവിടെയല്ലേ ഇത് ഇവിടെയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ നമുക്ക് നേരെയും ഇതൊന്നും വരാതിരിക്കട്ടെ. അതിനെ ജാഗ്രതയോടെ നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ജാഗ്രത ജാഗ്രത ഉണർന്നിരിക്കുക, ഉണർന്നിരിക്കുക. സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഉണർന്നിരിക്കുക, സ്വന്തം ചുറ്റുപാടുകളുടെ കാര്യത്തിൽ ഉണർന്നിരിക്കുക. മനുഷ്യത്വത്തിന് ക്ഷതം പറ്റുമ്പോൾ ലീലാവതി ടീച്ചറെ പോലെ പ്രതികരിക്കുക. എവിടെയാണെങ്കിലും നാട് ഭരിക്കുന്നവർക്കും ലോകം ഭരിക്കുന്നവർക്കും മനുഷ്യത്വമില്ലാതെയായാൽ നമുക്ക് ശ്രീബുദ്ധനെ ഓർക്കേണ്ടി വരും, നമുക്ക് യേശുവെ ശിരസ വഹിക്കേണ്ടി വരും, നമുക്ക് തിരുനബിയിലേക്ക് തിരിഞ്ഞു നടക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇനി തിരിഞ്ഞു നടക്കേണ്ട കാലമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും നല്ല കവിത, ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി വളരെ ശരിയാണ്. ഇനി തിരിഞ്ഞു നടക്കണം, ഇനി അമ്മയിലേക്ക് തിരിഞ്ഞു നടക്കണം, എൻ്റെ ഗ്രാമത്തിലേക്ക് തിരിഞ്ഞു നടക്കണം, പോയ കാലത്തേക്ക് തിരിഞ്ഞു നടക്കണം. എനിക്കൊന്ന് ഗാന്ധിയിലേക്ക് തിരിഞ്ഞു നടക്കണം. എനിക്കൊരാശ്വാസം നൽകാൻ മോഹൻദാസിനെ കഴിയൂ. ഇന്ത്യയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സ്നേഹകാരുണ്യ പ്രതിരൂപം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എനിക്ക് ആ ഗാന്ധിയിലേക്ക് തിരിഞ്ഞു നടക്കണം. 75 കൊല്ലം പിറകോട്ട് പോയി എന്ന് എന്നെ ആരെങ്കിലും ആക്ഷേപിച്ചാലും വേണ്ടില്ല, എനിക്ക് ഗാന്ധിയിലേക്ക് തിരിഞ്ഞു നടക്കണം. അങ്ങനെ തിരിഞ്ഞു നടക്കേണ്ടടുത്ത് തിരിഞ്ഞു നടക്കാൻ, അത് ധൈര്യത്തോടെ നടക്കാൻ, ഏതൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതിനെ തിരിച്ചു പിടിക്കാൻ, ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ നോവിക്കരുത് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കാൻ, വയലാറിനെ പോലെ വേദനിക്കുന്ന ആത്മാവിനെ സ്നേഹിക്കാത്തവരെ ഞാനും സ്നേഹിക്കില്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സഹോദയയുടെ ഈ കലോത്സവം, സെൻട്രൽ സഹോദയ കലോത്സവം നാരായണ ഗുരുവിൻ്റെ ഒരു കാവ്യശകലത്തോടെ ഉദ്ഘാടനം ചെയ്യാനാണ് എനിക്കിന്ന് രാവിലെ താല്പര്യം. ഞാൻ ആ നാരായണ ഗുരുവിൻ്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട്, പ്രിയം അവരൻ്റെ അതൻ പ്രിയം, അച്ഛ മലയാളമാണ്, ആർക്കും മനസ്സിലാവും. പ്രിയം അവരൻ്റെ അതൻ പ്രിയം, മറ്റുള്ളവന്റെ പ്രിയമാണ് എൻ്റെ പ്രിയം. ഇതന്നെയാണ് ജനാധിപത്യം. ശരിയായ ജനാധിപത്യമാണെങ്കിൽ ജനാധിപത്യം അവരൻ്റെ പ്രിയത്തെ സ്വന്തം പ്രിയമായിട്ട് കാണാം. പ്രിയം അവരൻ്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയമപരപ്രിയമിപ്രകാരമാകും, സ്വകീയ പ്രിയമപരപ്രിയമിപ്രകാരമാകും. അവരന്നു വേണ്ടിയ ഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനധോമുഖനായി കിടന്ന് ചെയ്യുന്ന, കൃപണനധോമുഖനായി കിടന്ന് ചെയ്യുന്ന ഭജയകർമ്മം അവനു വേണ്ടി മാത്രം. പ്രിയമപരൻ്റെ യതൻ പ്രിയം, സ്വകീയ പ്രിയമപരപ്രിയമിപ്രകാരമാകും. നയമതിനാലേ നരന് നന്മ നൽകും. ഈ നയം മനുഷ്യന് വലിയ നന്മ ഉണ്ടാക്കി തരും. നാരായണ ഗുരു വാഴ്ത്തപ്പെടട്ടെ. ശ്രീനാരായണൻ കേരളത്തിന്റെ ഗുരുവല്ല, മുഴുവൻ മനുഷ്യത്വവാദികൾക്കും ബഹുമാനപ്പെട്ട ഗുരു ശ്രേഷ്ഠനായിത്തീരുന്നത് ഇതുപോലുള്ള ആശയങ്ങളെ കൊണ്ടാണ്. മറ്റുള്ളവന്റെ പ്രിയം സ്വന്തം പ്രിയമായിട്ട് സ്വീകരിക്കാൻ തുടങ്ങിയാൽ നയമതിനാലേ നരന് നന്മ നൽകും. ക്രിയയപരപ്രിയ ഹേതുവായി വരേണം. കഴിഞ്ഞ ദിവസം ഗസയിലെ കുട്ടികളെ
അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ശിവഗിരിയിലെ ഒരു സന്യാസി വന്നിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായതുകൊണ്ടാണ്, ആ പരമ്പരയിൽപ്പെട്ട സന്യാസി ആയതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്ന്. ഞാൻ പറഞ്ഞു പ്രസംഗത്തിന് ശേഷം, അങ്ങ് ചെയ്ത പ്രസംഗത്തിൽ ഏറ്റവും വലിയ വരി അതാണ്, നാരായണ ഗുരുവിൻ്റെ പരമ്പരയിൽപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. ഓരോരുത്തർക്കും ഒരു വഴിയുണ്ട്, ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ട്. ആ വഴിക്ക് പോകാൻ, അതാണ് നാരായണ ഗുരു പറയുന്നത്. നയമതിനാലേ നരന് നന്മ നൽകും ക്രിയയപരപ്രിയ ഹേതുവായി വരേണം. ഒരാളുടെ ക്രിയ മറ്റുള്ളവന്റെ പ്രിയത്തിന് ഹേതുവായിട്ട് വരണം. അവസാനത്തെ 4 വരി കേൾക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. എല്ലാ മലയാളികളും ഇത് പഠിപ്പിക്കണം, കേൾക്കാത്തവരുണ്ടെങ്കിലും. ഇനി ഞാൻ പറയാൻ പോണ 4 വരി കേൾക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. അങ്ങനെ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിമമായൊരാത്മരൂപം, അവൻ ഇവൻ, ആ ജാതി ഈ ജാതി, ആ സമുദായം ഈ സമുദായം, ഓർത്താൽ ഒക്കെ ഒന്നാണ്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവന് സുഖത്തിനായി വരേണം. സ്വന്തം സുഖത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ മറ്റുള്ളവന്റെ സുഖത്തിനായി തീരണം. ഞാൻ കണ്ണടക്കുന്നു. നാരായണ ഗുരുവിൻ്റെ ഈ വരികൾക്ക് മുമ്പിൽ ഞാനൊരു നിമിഷം കണ്ണടക്കുന്നു. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരേണം. നാരായണ ഗുരുവാണ് കേരളം കണ്ട ഏറ്റവും വലിയ മഹാകവി എന്ന് ഞാൻ മുമ്പ് ഒരിക്കലും ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമി ഹാളിൽ പോയപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഫോട്ടോ കണ്ടില്ല. അപ്പം ഞാൻ അവിടെ പ്രസംഗിച്ചു, എന്താ നാരായണ ഗുരു സന്യാസിയാണ്, പക്ഷെ കവിയുമല്ലേ, അതുകൊണ്ട് ഇവിടെ ഫോട്ടോ വേണം. ഇപ്പൊ സാഹിത്യ അക്കാദമിയുടെ ചുമരിൽ നാരായണ ഗുരുവിന്റെ ചിത്രമുണ്ട്. നാരായണ ഗുരു വെറും കവിയല്ല, മുഴുവൻ കവികളുടെയും കുലഗുരു കൂടിയാണ്. ഇതൊക്കെയാണ് കവിത, ഇതാണ് സാഹിത്യം, ഇതാണ് കല. അതിനെ സാക്ഷാത്കരിക്കാനും ശിരസ വഹിക്കാനും സാധിക്കട്ടെ. നീട്ടിപ്പറഞ്ഞോന്ന് എനിക്കറിയില്ല, ചുരുക്കി പറയണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരു പക്ഷേ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം ദീർഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ്റെ സമ്മതത്തോടെ, ബഹുമാനപ്പെട്ട അനീഷിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ, ബഹുമാനപ്പെട്ട പത്മകുമാറിൻ്റെ, വേദിയിലുള്ള ISS എത്രയോ സ്ഥാപനങ്ങൾ നടത്തി വിദ്യാഭ്യാസ രംഗത്ത് മറ്റാരും ചിന്തിക്കാത്തത് ചിന്തിച്ച ഉണ്ണിയൻകുട്ടി സാഹിബിനെ പോലുള്ള വലിയ ഭാവനാസമ്പന്നരായിട്ടുള്ള നേതാക്കളുള്ള ISS, അതിൻ്റെ പല ഭാരവാഹികളും ഇവിടെ വേദിയിലുണ്ട്. അവരുടെ സ്കൂള് മാത്രമല്ല ഇത് അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മഹത്തായ ഭാവങ്ങളാണ്. അവരൊക്കെ വലിയ ആളുകളാണ്, വലിയ സ്വപ്നങ്ങൾ കാണുന്നവരൊക്കെ വലിയ ആളുകളാണ്. വലിയ കാര്യങ്ങൾ, മനുഷ്യർ നന്നാവട്ടെ, തലമുറകൾ നന്നാവട്ടെ. ആ ISSൻ്റെ ഭാരവാഹികളുടെ സമ്മതത്തോടെ CBSEയുടെ പല പ്രിൻസിപ്പൽമാരെയും ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടു. പലരും വനിതാ പ്രിൻസിപ്പൽമാരാണ്, നല്ല കഴിവുറ്റ പ്രിൻസിപ്പൽമാരാണ്. അവരുടെ സമ്മതത്തോടെ, കാരണം അവർ ഈ സ്കൂൾ നടത്തുന്നവരാണ്, അവരതിൻ്റെ ലീഡേഴ്സാണ്, ലീഡർഷിപ്പാണ്. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പാണ്. അവരുടെ സമ്മതത്തോടെ ഈ യോഗത്തിലേക്ക് എത്തിയ മുഴുവൻ സഹോദരി സഹോദരന്മാരുടെയും സമ്മതത്തോടെ, കുട്ടികളെ കൈപിടിച്ച് കലോത്സവത്തിന് കൊണ്ടുവന്ന അമ്മമാരിൽ, ഉമ്മമാരിൽ ഏറ്റവും മുതിർന്ന മാതാവിൻ്റെ സമ്മതത്തോടെ, അവരിൽ ഏറ്റവും പ്രായം കൂടിയ ആളാരാണെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ സർവജ്ഞനായ ദൈവത്തിനറിയാം. ഇന്ന് ഇവിടെ കുട്ടികളെ കൂട്ടി വന്ന മാതാക്കളിൽ ഏതോ ഒരു മുതിർന്ന മാതാവുണ്ട്. അവരുടെ സമ്മതത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് എൻ്റെ ഇടയ വാക്കുകൾ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും.
ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.